അടിപൊളി ഇഷ്ടായി. അപ്പൊ കല്യാണം ഉറപ്പായില്ലേ? പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്ന് 21-ാം തീയതി രാത്രി 22-ാം തീയതി ആയിട്ടില്ല കേട്ടാ, 11:30 ആയിട്ടുള്ളൂ. നമ്മൾ വർക്കിന് പോവാണ്. ഇന്ന് 2 വർക്കുണ്ട്, ഒന്ന് ഗുരുവായൂരും ഒന്ന് എറണാകുളം അല്ല ആലുവ, എറണാകുളം തന്നെ. അപ്പോൾ പോകാൻ നോക്കുകയാണ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11:30 നമുക്ക് ഫസ്റ്റ് ഗുരുവായൂരാണ്, ഗുരുവായൂർ പോകണം. അപ്പോൾ ഇത് എറണാകുളത്തേക്കുള്ള കുട്ടിക്കുള്ള ഫ്ലവറാണ് കേട്ടോ, ചിപ്സം ഫ്ലവറാണ്. പൊന്നു വരട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാവും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടപ്പാച്ചൽ തന്നെ ആയിരിക്കും കേട്ടോ, ഫുൾ ഓട്ടപ്പാച്ചലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന രസകരമായ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരോണയുടെ ഫിൽറ്ററിൻ്റെ ശബ്ദമാണ് കേട്ടോ. കിടുകിടുകിടുകിടുകിടുക് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമാക്കണ്ട. അത് ആ ഒരു ശബ്ദം ഇല്ലാതെ ആ പണ്ടാറ് വർക്ക് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. അപ്പോൾ ആ വഴിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗംഭീര സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. വാ പോവാം. അത് കയറി തന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ കുത്തി വയ്ക്കണം, ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കട്ടെ. കാരണം ഈ ഫോൺ ഇപ്പം ചാവൂട്ടാ, ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യട്ടെ. പൊന്നു വരുന്ന കാണാനില്ല. അപ്പോൾ പൊന്നു വരുമ്പോഴത്തേക്ക് ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് വെക്കട്ടെ. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കാം അല്ലേ, അതല്ലേ നല്ലത്. നീ ഓഫ് ആവിടും പറ്റിക്കുക. സാരി അയൺ ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ. പറ്റിയ സാധനങ്ങളൊക്കെ ഒതുക്കി ലൈറ്റൊക്കെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ പറഞ്ഞ ഓക്കെ സെറ്റ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബ്രൈഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇൻസ്റ്റയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. കാരണം ആളെ ഫാമിലി കുറച്ച് ഇതാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞങ്ങൾ പറഞ്ഞു വേണ്ട. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ബ്രൈഡ്സിൻ്റെ കാര്യമാണല്ലോ നോക്കേണ്ടത്. അവർ ഓക്കെ ആയിട്ടിരിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് റീലല്ലേ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ആൾ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ, അടിപൊളി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കമ്പനി ആയിരുന്നു. സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും പറയാനൊക്കെ ആയിട്ട്. പിന്നെ ആളുടെ കെട്ടാൻ പോണ ആൾക്കും ഉണ്ടായിരുന്നു, ഗ്രൂമിനും ഉണ്ടായിരുന്നു നമുക്ക് മേക്കപ്പ്. അപ്പോൾ അതും സെറ്റാക്കി അടിപൊളിയാക്കി കൊടുത്തിട്ടു. ആൾ ഒരു രക്ഷയില്ലാത്ത കമ്പനിയാണ്. കാരണം എന്താ പറയുക, നമ്മളൊപ്പത്തിന് സംസാരിച്ച് നിൽക്കും. നമ്മളെപ്പോഴും ചിലപ്പോൾ എത്ര പറഞ്ഞാലും ചിലവർ സംസാരിക്കും, പക്ഷെ ആൾ നമ്മളൊപ്പത്തിന് നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ചെയ്ത്. അപ്പോൾ വീടില്ലാത്തതിൻ്റെ വിഷമം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അടിപൊളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇരുന്നു. അതാണ് ഉണ്ടായത്. എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം സംസാരിച്ച ആ ഒരു സമയത്ത് നമ്മൾ ഡൗൺ ആയിരുന്നെങ്കിലും പിന്നെ ആൾ നമ്മളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓക്കെ ആയി. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം ആളെ ഫാമിലി ഒരു ചെറിയ ഇഷ്യൂള്ള അങ്ങനെ ഇതൊന്നും വേണ്ട എന്നുള്ളവരനായിരുന്നു. അപ്പോൾ എന്തായാലും ഫോട്ടോ പോലും ഞാൻ എടുത്തില്ല, കാരണം വേണ്ട. പക്ഷെ അടിപൊളിയായിട്ട് ആ ഒരു വർക്ക് കഴിഞ്ഞു കിട്ടാം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആളുടെ ഗ്രൂമിൻ്റെ ഒരു വർക്ക് തന്നെയായിരുന്നു. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഫസ്റ്റ് ഞങ്ങൾ റൂമിലേക്ക് എത്തി, ഞങ്ങൾ കാണാമെന്ന് വന്നപ്പോൾ കുറച്ച് വർത്തമാനം പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ പോയി. പിന്നെ 3 മണിക്കാണ് ആൾ വന്നത്. ആ വന്നപ്പോൾ മുതൽ പിന്നെ ഞങ്ങൾ മിണ്ടാതിരുന്നില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് അങ്ങനെ അതിനെ പോയിട്ട് എവിടേക്കോ ഞങ്ങൾ ഈ സംസാരിച്ച് കാട് കയറുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഞാനും ആളൊക്കെ കൂടിയിട്ട്. ആള് എവിടെയായിരുന്നു, പുറത്തെവിടെയാണ്, എൻജിനീയറാണ്, അടിപൊളി മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ ടേബിൾ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ടേബിൾ വെക്കാനുള്ള സ്പേസ് തന്നെ നമുക്ക് ഉണ്ടാവില്ല. അയൺ ടേബിളായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലയിടത്ത് തീരെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കട്ടിലിട്ട് തന്നെയാണ് നമ്മൾ അയൺ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. ഇതുകൊണ്ട് നമ്മൾ ഇതിലിട്ടിട്ട് ഇവിടെ കട്ടിൽമേൽ വെച്ചിട്ട് തന്നെ അയൺ ചെയ്യണം. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാം, അടിപൊളി രസമായിരുന്നു കേട്ടോ. ഇത് ഗുരുവായൂരായിരുന്നു കേട്ടോ. ഗുരുവായൂരത്തെ ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊന്നു എന്നെ വിളിക്കും, ചേട്ടാ നീക്കിയിടൂ വാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് പോയി സപ്പോർട്ട് ചെയ്യും തന്നെ. അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും അടുത്തുണ്ടാവും. അങ്ങനെ നീങ്ങി എന്തെങ്കിലും പണിയായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കും.
പിന്നെ എനിക്കുള്ള ഇതുണ്ടായിരുന്നില്ല കേട്ടാ, ഹെയർ ആയാലും കുറച്ച് ഹെയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പൊന്നു തന്നെ ചെയ്തു. വീഡിയോ എടുക്കാനില്ലാത്ത കാരണം ഞാൻ പിന്നെ അതും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രീ ആയിരുന്നു സത്യത്തിൽ, അതാണ് ഉണ്ടായത്. ഫസ്റ്റ് വർക്കിൽ ഞാൻ ഫ്രീ ആയിട്ടിരുന്നു അമ്പാനെ, സുഖമായിട്ട് എനിക്ക് പൊന്നിനുള്ള പരിപാടിയുള്ളൂ. നമുക്ക് ഇടപെടാനുള്ള ഒന്നും തന്നെ അതിലുണ്ടായിട്ടില്ല. അങ്ങനെ അവിടുന്ന് എല്ലാ വർക്കും കഴിഞ്ഞു പോകുമ്പോൾ കറക്റ്റ് 4 മണിക്ക് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. 4 മണി നമ്മളെ വർക്ക് കഴിഞ്ഞു. നമ്മൾ ടൈം പറഞ്ഞു കറക്റ്റ് ടൈമിന് തീർക്കും ഞങ്ങൾ. അങ്ങനെ അയ്യക്കൂട്ട പണികളൊന്നുമില്ല, കൃത്യമായിട്ട് അവർക്ക് ഓക്കെ ആയി. പെണ്ണും ഗ്രൂമും ഉണ്ടായിരുന്നു. നമുക്ക് ടൈമൊക്കെ ബാക്കിയായിരുന്നു, നമ്മൾ പതുക്കം പോലെ ഇരുന്നിട്ടാണ് ബാക്കി എല്ലാം ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ആളെ ഫാമിലി കുറച്ച് ഇതായിരുന്നു. ഓക്കെ, നമ്മൾ ചോദിച്ചപ്പോൾ ചേട്ടാ അത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സിന് എങ്ങനെയാവുന്ന എനിക്കറിയില്ല, അപ്പൊ അതുകൊണ്ട് വേണ്ടാവുന്നു. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, കാരണം മര്യാദ ഉള്ളതാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, പെൺകുട്ടിയും അതുപോലെ ചെക്കനും അടിപൊളി എന്ന് പറഞ്ഞാൽ. എനിക്ക് ചേട്ടനെ ഒന്നുകൂടി ഇഷ്ടമായത്, കാരണം വർത്താനം പറയാൻ ആള്. പെൺകുട്ടി വീട്ടിൽ നിന്ന് പോകാൻ ടെൻഷൻ അതുണ്ട് കേട്ടോ, പക്ഷെ ആളെ മൈൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒപ്പത്തിനൊപ്പം സംസാരിച്ചൊക്കെ വരുമ്പോ രസല്ലേ. അതും അച്ഛന് താങ്ങിട്ട് അച്ഛൻ്റെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ഒരാള്. അച്ഛമ്മയുണ്ട്, ഈ രണ്ടാൾക്കും താങ്ങായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ആള് പോകുമ്പോ അച്ഛനെ കുറിച്ച് ഗവൺമെന്റ് ജോലിയാ, അതിന്റെ ടെൻഷനും കാര്യങ്ങളും ആൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ചെക്കൻ മറ്റേ പോലെ നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ രണ്ടാൾ അടിപൊളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നമ്മള് പണ്ടത്തെ വീഡിയോ ഇട്ട് കാണുന്ന ആളാണ്. തീർച്ചയായിട്ടും നീ ബർത്ത്ഡേക്ക് വന്ന വീഡിയോസ് വരെ ആള് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും പണ്ടോട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പൊ എന്തായാലും സന്തോഷം. പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് നമ്മൾ പറയുന്നതും തെറ്റാണ്. കാരണം ഞങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ, അതൊന്നും ഞങ്ങൾ ചെയ്യാലേട്ടാ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യും. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോരുള്ളൂ. കാരണം എനിക്കൊരു പക്ഷെ തോന്നുന്നു ഞങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വീട്ടിൽ ഫാമിലിയിൽ പ്രശ്നമുള്ള കുറെ ആൾക്കാരും കൂടി ഞങ്ങൾക്ക് ബുക്കിംഗ് തരാറുണ്ട് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പറയും ചേച്ചി വീട്ടില് അച്ഛന് പ്രശ്നമാണ് അങ്ങനെ കുറ്റല്ലാട്ടാ. അല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളെ വീഡിയോയിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വീഡിയോ എടുക്കുമല്ലോ. അപ്പൊ ഞങ്ങളെ വീഡിയോയില് ഞങ്ങളെ സമ്മതത്തില് വീഡിയോ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. അങ്ങനത്തെ കുറെ ബ്രൈഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് ബ്രൈഡ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാറ്. എന്തായാലും സന്തോഷം. നല്ല സ്നേഹത്തോടായിട്ട് നമ്മളോട് പെരുമാറിയത്, അതിന് നമുക്ക് സന്തോഷം. ഇനി നമ്മൾ അടുത്ത വർക്കിന് പോവുകയാണ്. അത് എറണാകുളത്താണ്, ആലുവയിലാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ 2 മണി നേരത്തെ വിളിച്ചപ്പോൾ കാത്തുമ്മ എഴുന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെ നടുവിൽ കിടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ മോൻ്റെ ഒക്കെ തിരിച്ചു കിടന്നു. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. ഇനി ഞാൻ വിളിച്ചിട്ട് ഉറങ്ങിപ്പോയി ഉണ്ടെങ്കിൽ എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാൻ നിന്നില്ല. ഞാൻ അങ്ങനെ വിളിക്കാറില്ല, കാരണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കാറില്ല. അപ്പം അങ്ങനെ എന്തായാലും സാരി എടുത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ പക്ക ഫിഗർ എന്താ പറയുക, നല്ല ചിലർക്ക് സാരി എടുത്ത് ഭയങ്കര ഭംഗിയായിരിക്കും, ആൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചെടുത്തിട്ടാണ്. നമുക്ക് വീഡിയോ എടുക്കാതെ ഞാൻ സാധാരണ വീഡിയോ ആണ് ഞാൻ അമ്മയ്ക്ക് വന്ന് കാണിച്ചെടുക്കും. അമ്മ ഇങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് അമ്മയുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം കേട്ടാൽ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞ് എനിക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പൊ എന്താ അറിയോ, നമുക്ക് ഓരോ ടെക്നിക്കുകൾ സാരിയുടെ ഇസ്രായേൽ അപ്ഡേറ്റ് വരുമ്പോ നമ്മളെ ചെയ്യണ കാരണമാണ് നമുക്ക് ഒന്നും കൂടി ഈസി ആയി തോന്നുന്നു കാര്യങ്ങള് ഈസി ആയി അല്ലേ. പിന്നെ വർക്ക് ഞാൻ ചെയ്ത് വരും തോറും നമുക്ക് ഓരോരോ ഐഡിയ, നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴും പുതിയ ഐഡിയ വരും. എനിക്ക് പക്ഷെ തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ആ ബ്രൈഡിനെ കാണുമ്പോൾ ആൾക്കൊരു ഐ മേക്കപ്പ് ആണെങ്കിലും എന്ത് ചെയ്യണം എന്നായാലും നമുക്ക് പെട്ടെന്നൊരു ഐഡിയ വരും കേട്ടോ. അതെങ്ങനെ എന്തെന്ന് എനിക്കറിയില്ല. ഇതുവരേക്ക് ഞാൻ നിന്നോട് പറയില്ലേ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ഭംഗിയാവും. നമ്മള് ഫസ്റ്റ് തന്നെ കാണുമ്പോ ഒറ്റ നോട്ടത്തില് നമുക്കൊരു ഇത് വരും, എന്താണ് എങ്ങനെയാണ്. ആളെ സമ്മതിക്കണോട്ടോ, പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞ എന്നോട് എല്ലാവരും ചോദിക്കണ്ടേ ഇയാൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലേ ഉള്ളൂന്ന്. ഈ പ്രാവശ്യം ഇന്നത്തെ ബ്രൈഡിന് നമ്മള് വേറൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പക്ഷെ നമുക്കത് അതെന്താ അറിയാം, ഞാൻ പറഞ്ഞേ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ബ്രൈഡ്സിനെയാണ് വലുത്.
നമ്മുടെ ഇഷ്ടത്തിന് കുറെ ലൈൻ ഇട്ടിട്ടും കുറെ ഇതാക്കിയിട്ടും കാര്യമില്ലല്ലോ. നമ്മള് തോന്നുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോയിൽ ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയണോണ്ടായിരിക്കാം, ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യാറ്, അവർ ഹെയർ സ്റ്റൈൽ പറയുന്നതാണ് ചെയ്യാറെന്ന് പറയണോണ്ടായിരിക്കാം ഞാൻ കൂടുതലും വരാറ്. ചേച്ചിക്ക് സിമ്പിളായിട്ട് മതി. ഇന്നത്തെ പെൺകുട്ടി തീരെ മേക്കപ്പ് ചെയ്തൊന്നുമില്ല, ചേച്ചിക്ക് സിമ്പിളായിട്ടും. എൻ്റെ ഒരു മൂത്താനപ്പോൾ പൊന്നൊന്ന് വിളിച്ച് നോക്കണം, സിമ്പിളായിട്ട് മതി, എനിക്ക് അങ്ങനെ ഓവറായിട്ടൊന്നും വേണ്ട. അല്ലെങ്കിൽ ചെറുപ്പം ചേച്ചിക്ക് അങ്ങനെ മതി, എനിക്ക് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ പൊക്കണ്ട, പഫ് വേണ്ട. നമ്മൾ ചിലപ്പോൾ പഫിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് ഇത്ര പഫ് ഉണ്ടെങ്കിൽ ഒതുക്കിയോ എന്നുള്ളത് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യാറ്. ചില പറയും പൊന്നുവിന് ഈ ഹെയർ സ്റ്റൈൽ മാത്രമല്ലോ, ബ്രൈഡ്സിന്റെ ഇഷ്ടമാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഞങ്ങൾ എപ്പോഴും അവർക്ക് ഇഷ്ടമായി അവര് ഏത് സോണിലാണ് സേഫ് ആയിട്ടിരിക്കുക അതന്നെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് അവരാണ് വലുത്. ഞാൻ കുറെ നാളായിട്ട് കെട്ടണമെന്ന് വിചാരിച്ചിരുന്ന വെച്ചാൽ എന്റെ ബ്രൈഡ്സ് ഒന്നും സമ്മതിക്കാൻ, എന്താ പറയാ, അവർക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ പഫായിട്ടും ഇങ്ങനത്തെ ഒരു മെസ്സി ടൈപ്പ് വേണ്ട എന്ന് പറയുന്ന ബ്രൈഡ്സ് എനിക്ക് കൂടുതലും. ഇന്നത്തെ പെൺകുട്ടിക്ക് ഹെയർ സ്റ്റൈലായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചൊരു ഹെയർ സ്റ്റൈൽ ഇന്ന് ഞാൻ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ഓക്കെ സെറ്റാണ്. നേരെ ഇടയിലെ കാത്തുരന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു നോക്കാം അമ്മയ്ക്ക്, കിട്ടി ഞാൻ വിളിക്കട്ടെ. ഓക്കെ ബൈ. ആലുവ അല്ലേ, ആലുവയിലെത്തി പണി തുടങ്ങിയിട്ട്. പൊന്നു ആളുടെ പേര് കാർത്തിക, കാത്തൂന്ന് വിളിക്കും. ആണ് ഇവിടെ എല്ലായിടത്തും നമ്മളെ ഫാൻസായി. കാത്തൂന്റെ ഫസ്റ്റ് ഇവക്കല്ലേ കാത്തൂന്ന് പേരിട്ടത്, വെറുതെ അടിച്ചിടുക മാത്രം. ഇവിടെ ഒരു കുട്ടി ഡോക്ടർ ഇരിക്കുന്നുണ്ട് കേട്ടാ, മൂലക്ക് ഇരിക്കുന്നുണ്ട്. ആയുർവേദത്തിന്റെ എന്താ പറയാ, പുലിന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും കാണാം. ഈ അതായത് ഏത് അസുഖത്തിനും ഒറ്റമൂലിയാണ് ആശാൻ. നോക്കിയാൽ മതി അസുഖം മാറും. അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ അസുഖമാണെന്ന് പറഞ്ഞുതരും. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പുലിയാണ് പുലി അല്ലേ. ആള് പിന്നെ ടെക്നോ പാർക്കിന്റെ IT മണ്ടയാണ്. അത് അന്ന് ഞാൻ വിളിച്ചപ്പല്ലേ പറഞ്ഞേ, താനില്ലെങ്കിൽ ടെക്നോ പാർക്ക് തന്നെ സ്തംഭിച്ചു പോണ അവസ്ഥ. അന്ന് ലീവാണ്, എല്ലാവർക്കും ലീവ് കൊടുത്ത് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആളുടെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ അല്ലേ, തകർക്കല്ലേ. അത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. അത് പറയുമ്പോ ഒരു ചിരിയാണ്. അപ്പൊ ശരിയാണ്. വേണ്ട 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 പുറത്ത് വരണ്ട. അപ്പൊ പൊന്നു കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അല്ല പറഞ്ഞ എന്താല്ലേ, നന്നായി കൂടമ്പാനെ. എന്തെങ്കിലും ഉണ്ടെ പറയണോ കേട്ടോ. ഇനി അടുത്ത ഒരു ബുക്കിംഗ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ആളെ കല്യാണം ആയിട്ടില്ല, അടുത്ത ഇതിലുണ്ടാവുന്ന കേട്ടത്, അടുത്ത ചിങ്ങത്തില്. അപ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെയാണ് അടുത്ത ചിങ്ങം, എപ്പോഴാണെങ്കിലും ആവാലോ. അപ്പോൾ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം അല്ലേ. അടിപൊളിയാക്കല്ലേ പിന്നെ. ഇപ്പം സമയം 7 മണി. 4 മണിക്ക് ഗുരുവായൂരിന്ന് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം ഇനി കാത്തുൻ്റെ അടുത്ത് എത്താൻ. എന്നിട്ട് ഓടാൻ വീണ്ടും ഉണ്ട്. ഓടി ഞാൻ ചാവുന്നോ. അപ്പോൾ കാണിച്ചു തരാം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. നമ്മുടെ ഫേസും ഹെയറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡോക്ടറെ എങ്ങനെയുണ്ട്? അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഹെയറൊക്കെ അടിപൊളി, അടിപൊളി, ഇഷ്ടായി. അപ്പൊ കല്യാണം ഉറപ്പായില്ലേ? പറഞ്ഞു പറയിപ്പിച്ചാണോ? അല്ല അല്ല അല്ല, നല്ല ശരിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാ സ്റ്റെപ്പും ചോദിച്ച് ചെയ്തോണ്ട് നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നല്ലോണം ചോദിച്ച് പറഞ്ഞു ചെയ്യിപ്പിക്കൊന്നുമില്ല ഞാൻ, ഒരിക്കലും വേണ്ട. ആളോട് നയിക്കാം. എങ്ങനെയുണ്ടാ? അടിപൊളിയായി, കാണാൻ നല്ല രസമുണ്ട്. അത് അടിപൊളിയുണ്ട്. ഇനി ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ റീല് വരും കേട്ടാ, എന്തായാലും കാണണം.
9 മണിക്ക് നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെയിലൊട്ടിക്കാൻ ആളെ നെയിലൊട്ടിച്ച് കൊടുക്കാണ്ടായിരുന്നു. പിന്നെ പെട്ടിയൊതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാനും കഴിഞ്ഞ് നിന്നപ്പോൾ അങ്ങനെ ഇപ്പോൾ 9:15 ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ഉണ്ട്. 9:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞ ടൈമിൽ തന്നെ അതിന് മുന്നേ തന്നെ ഇറക്കി കൊടുക്കാൻ പറ്റി അല്ലേട്ടാ? തീർച്ചയായിട്ടും എല്ലാം ഭംഗി പോലെ കഴിഞ്ഞു, സെറ്റായി. ഈ കുട്ടിയൊക്കെ ഭയങ്കര കൂളായിരുട്ടാ. കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും ഒക്കെ ഭയങ്കര കൂളായിരുന്നു. ഇതിൽ വർക്കൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക്. കാത്തുമ്മ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. എന്നിട്ട് കാട്ടും വാശിയായിരുന്നു. തീരെ പാല് കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കണം. ഞാൻ അപ്പോൾ വർക്കിൻ്റെ ഇടയിലായിരുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടി വിളിച്ചു നോക്കണം. പിന്നെ എന്താ പരിപാടി? ഫ്ലാറ്റിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് എടുക്കാണ്ട് അവൻ്റെ കാത്തുന് പുതിയ ഡ്രസ്സ് ഫ്ലാറ്റിലായിരിക്കുന്നത്. അപ്പം നാളെ വന്നിട്ട് 10 മിനിറ്റ് അല്ലാണ്ട് അതെടുക്കാൻ. ഇനി ടൈമില്ല. വീണ്ടും തൃശ്ശൂർ വരെ വരണ്ടേ? എന്തായാലും തൃശ്ശൂർക്കൊക്കെ എത്തും നമ്മൾ. അപ്പം എന്തായാലും നോക്കട്ടെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണം. ഈ ഫുഡൊക്കെ വീടെത്തിയിട്ട് കഴിക്കുള്ളൂ. കാരണം കാത്തുന് അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ശരിയല്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങാനും മാത്രം അതുള്ളൂ. ഫുഡായിട്ടൊക്കെ വീടെത്തിയിട്ട് ഫുഡൊക്കെ വീട്ടിൽ നേരെ പോകാൻ പറ്റുമെങ്കിൽ പിന്നെ വീഡിയോ കോൾ എടുത്തത് ആളെ മകൻ തന്നെ ഭയങ്കര വിഷമമായിട്ടാണ് പോയിരിക്കുന്നത്. നമ്മളെ മോന്തറിയാലോ. അമ്മയൊക്കെ എടുത്തോണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ പാല് കുടിക്കാത്തതിന്റെ ഒരു ശീലക്കേട്. പാല് കുടിക്കാത്തതിന്റെ മാത്രമല്ല, അവക്ക് നമ്മള് പോയത് അവള് പെട്ടെന്ന് അറിയും. ശ്രദ്ധിച്ചിട്ടുണ്ടാ? നമ്മളെ പിന്നെയും ആൾ അഡ്ജസ്റ്റ് ചെയ്യും. പാല് ഇല്ലാത്ത ആൾക്ക് രാത്രി ഉറങ്ങുമ്പോ വലിച്ചു കിടന്ന് ശീലിച്ചതിന്റെ ഒരു പ്രശ്നമാണ്. പാല് കിട്ടാത്ത ആൾക്ക് ആകെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കോളിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പുറത്തും കൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഇങ്ങനെ പൊട്ടാറായിട്ട് നിൽക്കുന്നുണ്ടായത്. എന്തായാലും ബാക്കിയുള്ള പരിപാടികളും കാര്യം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ. നല്ല ബ്ലോക്ക് ഉണ്ടാവും ഈ ടൈമല്ലേ. ജോലിക്കാരും കാര്യമൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പം എന്തായാലും ബാക്കി ശേഷമുള്ള കാര്യം കാണാം.